നമസ്കാരം. തൊടിയിലെ ചെടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് ഇലിപ്പയെക്കുറിച്ചാണ്. സപ്പോട്ടേസിയ ഫാമിലിയിൽപ്പെടുന്ന ഇതിൻ്റെ ശാസ്ത്രനാമം മധുക ലോഞ്ചിഫോളിയ. സംസ്കൃതത്തിൽ ഇതിനെ മധുപുഷ്പ, മധുസ്രാവ, ഗുഡപുഷ്പ എന്നീ പേരുകളിൽ അറിയപ്പെടുന്നു. കേരളത്തിലെ വനപ്രദേശങ്ങളിലും നദീതീരങ്ങളിലും നാട്ടിൻപുറങ്ങളിലും അവിടെവിടെയായി ഈ മരത്തെ കാണാം. ഏകദേശം 15 മീറ്ററോളം ഉയരത്തിൽ വരെ ഈ വൃക്ഷം വളരുന്നു. ഇതിൻ്റെ തൊലിക്ക് ചാരനിറവും തടിക്ക് ചുവപ്പ് നിറവുമാണ് കാണുന്നത്. ഇതിൻ്റെ ശാഖാഗ്രത്തിൽ ധാരാളം ഇലകൾ കാണുന്നുണ്ട്. ഇതിൻ്റെ ഇലകൾ കട്ടിയുള്ളതാണ്, സിരകൾ തടിച്ചതും. ഇതിൻ്റെ ഇലകളിൽ വെള്ളക്കറയുണ്ടാവും. ഇളം പ്രായത്തിലുള്ള ഇലകൾ ഇളം ചുവപ്പ് കലർന്ന നിറത്തിലായിരിക്കും കാണപ്പെടുന്നത്. ഇളം മഞ്ഞ നിറത്തിലുള്ള ഇതിൻ്റെ പുഷ്പങ്ങൾക്ക് മധുരം ഉണ്ടായിരിക്കും. ഇതിൻ്റെ കായ ബെറിയാണ്. ഏകദേശം 2.5 മുതൽ 5 സെൻറ്റിമീറ്റർ വരെ നീളത്തിൽ ഇവ കാണപ്പെടുന്നു. ഇവയ്ക്കകത്ത് 1-2 വിത്തുകളും കാണുന്നുണ്ട്. ഈ വിത്തുകൾ തൈലമുണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കാറുണ്ട്. ആൽബുമിനോയിഡ്, സ്റ്റാർച്ച്, പൊട്ടാഷ് തുടങ്ങിയ രാസഘടകങ്ങൾ ഇതിൽപ്പെടുന്നു. ഇതിന് മധുര കഷായരസം ഉണ്ടായിരിക്കും. ഇത് വാതപിത്ത രോഗങ്ങളെ ശമിപ്പിക്കുന്നു. ജ്വരം, ഛർദി തുടങ്ങിയവയ്ക്കും ഫലപ്രദമാണ്. മധുകം എന്ന ഇതിൻ്റെ പേര് ഇതിൻ്റെ മധുര സ്വഭാവത്തെ കാണിക്കുന്നു. കുട്ടികൾക്ക് ഏറെ പ്രിയങ്കരമാണ് ഇലിപ്പപ്പഴം. ഇത് ലൈംഗിക ഉത്തേജക ശക്തി വർദ്ധിപ്പിക്കുന്നതും മുലപ്പാൽ വർദ്ധിപ്പിക്കുന്നതുമാണ്. എന്നാൽ കൂടുതലായുള്ള ഇതിൻ്റെ ഉപയോഗം ഹൃദയ ദൗർബല്യത്തിന് കാരണമായി തീരുന്നു. പുഷ്പം, ഫലം, തൊലി, ഇല, വിത്ത് എന്നീ ഭാഗങ്ങളാണ് ഔഷധയോഗ്യങ്ങളായിട്ടുള്ളത്. ഇതിൻ്റെ കൂടുതൽ ഔഷധ ഗുണങ്ങളെക്കുറിച്ച് ഡോക്ടർ CM ശ്രീകൃഷ്ണൻ നമ്മളോട് സംസാരിക്കും. ഇലിപ്പ കാതൽ എന്ന് പറയും. കാതലാണ് അതിൻ്റെ ഏറ്റവും ഗ്രാഹ്യാംശം എന്ന് പറയും. മധൂകം എന്ന് പറയും. ഈ മധൂകാസവം എന്ന് പറഞ്ഞ അരിഷ്ടമുണ്ട്. നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുന്നത് ഗ്രഹിണിക്കാണ് ഏറ്റവും നല്ല. കുട്ടികളുടെ ഗ്രഹിണിക്ക് കൊടുക്കാവുന്ന ഒരു ഔഷധമാണ് ഈ ഇലിപ്പ, ഈ മധുകാസവം. ഇതെന്നുണ്ടാക്കുന്ന അത് ഈ ദീപനം ഉണ്ടാക്കും. അതുപോലെ തന്നെ ഈ ഗ്രഹിണി എന്ന് പറഞ്ഞാൽ ആഹാരം കഴിച്ച അപ്പം തന്നെ ഈ പുറത്തേക്ക് പോകണം തോന്നും. അതില്ലാണ്ടേക്കാൻ ഇത് വളരെ നല്ല ഔഷധമാണ്. പിന്നെ ഇത് ഈ വിശപ്പില്ലാത്ത ആൾക്കാർക്ക് ഇതിൻ്റെ ഈ കാതിലെടുത്ത് പൊടിച്ചിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് നല്ലതാണ്. പിന്നെ ഇതിൻ്റെ ഈ ഇലിപ്പയുടെ പൂവ്, ഇതിൻ്റെ പുഷ്പം പൊടിച്ച് വെച്ച് അത് ദിവസേന ഒരു 5 ഗ്രാം തേനിലോ വെണ്ണയിലോ ചാലിച്ച് കഴിഞ്ഞാൽ ഈ ശുക്ലം വർദ്ധിക്കും. അതുപോലെ തന്നെ ഈ മുലപ്പാൽ വർദ്ധിക്കാനും ഇതിൻ്റെ ഈ പൂവ് പൊടിച്ചിട്ട് നെയ്യിൽ ചേർത്ത് കഴിച്ചു കഴിഞ്ഞാൽ ഈ മുലപ്പാൽ ഉണ്ടാവാൻ നല്ലതാണ്.